ഹലോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചോറിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയിട്ടുള്ള തക്കാളിയും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായാലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പേസ്റ്റ് ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഇതാ കടുകൊക്കെ നല്ല രീതിയിൽ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്തതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള എത്ര പച്ചമുളക് വേണോ അത്രയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും ചേർത്തിട്ട് വാടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സവാളൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വലിയ സൈസിലുള്ള തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ നല്ല രീതിയിൽ ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ തക്കാളി എല്ലാം ഇതുപോലെ ഉടച്ചിട്ട് എടുക്കണം. ഇനി ഇത് കുറച്ച് നേരം കൂടി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൽ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി മസാലകളൊക്കെ ചേർത്തെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും, പിന്നെ ഞാൻ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചതച്ചിട്ടായാലും മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ മസാലകളുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കിതുപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാലും പിന്നെ 1/2 ഗ്ലാസ് അളവ് തന്നെ കുറച്ച് പച്ചവെള്ളവും അതിൽ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ നമുക്ക് കറിയായിട്ട് ചോറിൻ്റെ ഒക്കെ കൂടെ കൂട്ടാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് അതേപോലെ തന്നെ അടച്ച് വെക്കുന്നുണ്ട്. അതേ സമയം തന്നെ ഇളക്കി കൊടുക്കുന്നില്ല. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം. ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് അതപ്പോൾ മുട്ടയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈ തക്കാളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ ലാസ്റ്റിലായിട്ട് കുറച്ച് കസൂരിമേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഓപ്ഷണലാണ്, ചേർത്ത് കൊടുക്കണമെന്നില്ല. അല്ലാതെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.